ഒരു സന്യാസിക്ക് ഇത്രയും ആഡംബര ജീവിതം വേണോ? ഒരു ദൃശ്യം കണ്ടപ്പോൾ തോന്നിപ്പോയതാണ്. സന്യാസി എന്ന് പറഞ്ഞാൽ എന്താണ്? വേഷഭൂഷാദികളിൽ മാത്രം ലളിത ജീവിതം മതിയോ? സഞ്ചരിക്കുന്നത് അത്യാഡംബര കോടികൾ വിലയുള്ള ലക്ഷൂറിയസ് കാറിൽ. കഴിഞ്ഞ ദിവസം പാലക്കാട് എത്തിയ ഒരു സന്യാസിയുടെ ദൃശ്യമാണ്. അങ്ങോട്ട് നോക്കിയേ. പോലീസ് അകമ്പടിയിൽ പാലക്കാട് എത്തിയ കാഞ്ചി കാമകോടൈ പീഠാധിപതി ജഗദ്ഗുരു ശ്രീ 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 ശങ്കര വിജയേന്ദ്ര സരസ്വതി ശങ്കരാചാര്യ, ഇതാണ് പേര്. പേരൊക്കെ 1 കിലോമീറ്റർ ദൂരത്തിലൊക്കെ സ്വന്തം നിലയ്ക്ക് എഴുതി പിടിപ്പിച്ചിട്ടുണ്ടെങ്കിലും അദ്ദേഹത്തിന് ഫ്രണ്ടിലോട്ട് നോക്കിയേ, കേരള പോലീസിന്റെ എസ്കോട്ട്. എന്തിനാണ് ഒരു സന്യാസിക്ക് എസ്കോട്ട്? നമ്മുടെ നാട്ടിൽ കഴിഞ്ഞ മുഖ്യമന്ത്രി പിണറായി വിജയന് 35 ലക്ഷം രൂപയുടെ കാറിൽ യാത്ര ചെയ്തപ്പോൾ അതിനെ ആഡംബരമെന്ന് പരിഹസിച്ചവർ എന്തേ ഈ കാഴ്ച കാണുന്നില്ല? പോലീസ് അകമ്പടിയിൽ ഒരു സന്യാസി യാത്ര ചെയ്യുന്നു. എന്തിനാണ് കേരളത്തിന്റെ നികുതിപ്പണം എടുത്ത് ഈ ആഡംബര കാറിൽ യാത്ര ചെയ്യുന്ന ഒരു സന്യാസിക്ക് ഇത്രയും എസ്കോട്ടൊക്കെ കേരള പോലീസ് കൊടുക്കേണ്ട കാര്യം? ഇദ്ദേഹത്തിന് ആരിൽ നിന്നാണ് എന്തെങ്കിലും ഭീഷണി ഉള്ളത്? ഇദ്ദേഹത്തിന് കനത്ത സുരക്ഷ കൊടുക്കേണ്ട ഒരു ആവശ്യവുമില്ല. ലൗകിക ജീവിതമൊക്കെ വെടിഞ്ഞ് നടക്കുന്നു എന്ന് പറയുമ്പോൾ ഈ സഞ്ചരിക്കുന്ന കാറിന്റെ പൈസ എടുത്ത് ഒരു സന്യാസി എന്നുള്ള നിലയ്ക്ക് ഏതെങ്കിലുമൊക്കെ പാവപ്പെട്ടവർക്ക് കൊടുത്തിരുന്നെങ്കിൽ അതല്ലേ ഏറ്റവും മികച്ച മനുഷ്യത്വമുള്ള മാധവസേവ? കാര്യം ശരിയായ മാധവസേവ എന്ന് പറഞ്ഞാൽ യഥാർത്ഥ മാനവസേവയാണ്. ആ മാനവസേവയ്ക്ക് വേണ്ടി ജീവിക്കുന്ന സ്വയം ത്യാഗി എന്ന് പറയുന്ന ഒരാൾ, അദ്ദേഹത്തിന്റെയൊക്കെ ജീവിതശൈലി കാണുമ്പോൾ സന്യാസിമാരായി കഴിഞ്ഞാൽ ഈ നാട്ടിൽ എന്തൊരു ലക്ഷൂറിയസ് ജീവിതമാണ്. ഒരു കാവിമുണ്ടും ഒരു കാവി തോർത്തും, ഇതൊഴിച്ച് ബാക്കിയുള്ളതെല്ലാം അത്യാഡംബരം. പാലക്കാട് ശ്രീ രാമപുരം ക്ഷേത്രത്തിലേക്ക് കടന്നു വന്ന ദൃശ്യമാണ് നിങ്ങൾ കണ്ടത്. കേരളത്തിലെ പോലീസുകാർക്കൊക്കെ ഇപ്പോഴത്തെ ജോലി എന്ന് പറഞ്ഞാൽ ഇതുപോലുള്ള സന്യാസിമാർക്കൊക്കെ അകമ്പടി പോവുക എന്നുള്ളതാണ്. പിണറായിയുടെ കാലഘട്ടത്തിലാണ് ഇങ്ങനെ ഒരു സംഭവം നടന്നെങ്കിൽ എന്തൊരു വികാരമുണ്ടായേനെ. ഇപ്പോ ഇതൊക്കെ സർവ്വസാധാരണമാണ്. നമ്മുടെ നാട്ടിലെ പോലീസുകാരെല്ലാം സല്യൂട്ട് ചെയ്യുന്നതും എസ്കോട്ട് കൊടുക്കുന്നതും ആർക്കൊക്കെയാണ് എന്നതിന്റെ തെളിവാണ് ഈ ദൃശ്യം. ഇതൊക്കെ കണ്ടിട്ട് ഇന്നലകളിൽ ഈ നാട്ടിലെല്ലാം സംഘപരിവാർ അനുകൂല നിലപാട് സ്വീകരിച്ചിരുന്നു എന്ന ചാപ്പ കുത്താൻ പരിശ്രമിച്ചവർ യഥാർത്ഥ സംഘപരിവാർ അനുകൂല നിലപാടുകൾ എന്താണെന്ന് കണ്ണ് തുറന്ന് കണ്ടോളൂ.